ബാഗുകളെ ഭയക്കുന്ന അമിത്ഷയും നരേന്ദ്രമോദിയും. കേന്ദ്രത്തിന് ഭയമാണ് ഷാഹിൻ ബാഗിനെ. എന്തുകൊണ്ടാണ് ഷാഹിൻ ബാഗിനെ അമിത്ഷാ ഇത്രത്തോളം ഭയക്കുന്നത്? കഴിഞ്ഞ ദിവസം അമിത്ഷാ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ പറഞ്ഞു, ഷാഹിൻ ബാഗുകളില്ലാത്ത ഒരു ഡൽഹിയാണ് BJP വിജയിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് എന്ന്. എന്തുകൊണ്ടാണ് ഷാഹിൻ ബാഗിനെ ഭയക്കുന്നത്? രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടല്ലോ, ഒരുപാട് സമരങ്ങളുണ്ടല്ലോ, ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് രാജ്യ തലസ്ഥാനത്തുള്ള ഈ ഷാഹിൻ ബാഗിനെ ഇവർ ഭയക്കുന്നത്? അതിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഷാഹിൻ ബാഗിൽ സമരം നടത്തുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഷാഹിൻ ബാഗിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും ചെറിയ കുട്ടികളുമാണ്. ഇതാണ് അമിത്ഷയെയും നരേന്ദ്രമോദിയെയും ഭയപ്പെടുത്തുന്നുള്ളത്. പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. അതിനാൽ തന്നെ അമിത്ഷാ പറഞ്ഞു, ഇതുപോലെയുള്ള സമരങ്ങൾ BJP വിജയിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഉണ്ടാകില്ല എന്ന്. അമിത്ഷാ പ്രസംഗിച്ചു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ ഷാഹിൻ ബാഗിൽ ഒത്തുകൂടിയത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അമിത്ഷയുടെ റാലിയിൽ പോലും അത്രയും ആളുകൾ ഉണ്ടായി കാണില്ല. അത്രത്തോളം ആളുകളാണ് ഷാഹിൻ ബാഗിൽ ഒത്തുകൂടിയത്. അമിത്ഷാ, ഷാഹിൻ ബാഗുകളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞത് ഒരു ഷാഹിൻ ബാഗും ഇനി ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ ഇനി ഷാഹിൻ ബാഗുകളെ ഇന്ത്യയുടെ മണ്ണിൽ ഉണ്ടാവുകയുള്ളൂ. ഷാഹിൻ ബാഗുകളിൽ സ്ത്രീകൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതേയുള്ളൂ. ഷാഹിൻ ബാഗിൽ ഇന്ന് രോഹിത് വെമുലയുടെ അമ്മ രാധികയും ട്രെയിനിൽ വെച്ച് ക്രൂരമായ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ജുനൈദിന്റെ മാതാവ് സൈറ ബാനുവും കൂടി ചേർന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത്. മനോഹരമായ കാഴ്ച. സ്ത്രീകളുടെ ശക്തി അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും കാണിച്ചു കൊടുത്ത ഷാഹിൻ ബാഗ്. അമിത്ഷാ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കൂറ്റൻ ജനാവലിയാണ് ഷാഹിൻ ബാഗിൽ ഇന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശബ്ദിക്കുന്നതിന്റെ ഭാഗമായി റിപ്പബ്ലിക് ദിനത്തിൽ എത്തിക്കൂടിയത്. ആ ആൾക്കൂട്ടത്തെ കണ്ട് സംഘപരിവാർ വിറച്ചു കാണും. കേന്ദ്രമൊന്ന് ഭയപ്പെട്ട് കാണും. കാരണം ഡൽഹിയുടെ മണ്ണിൽ അമിത്ഷാ വിചാരിച്ചതുപോലെ ഒരു കുതന്ത്രവും നടക്കില്ല. ഇവിടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ്. ആ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിന്റെ പേരിലാണ് സ്ത്രീ സമൂഹം അവരുടെ ശക്തമായ കഴിവ് അവിടെ പ്രകടിപ്പിച്ച് കാണിച്ചത്. അമിത്ഷാ, നിങ്ങൾക്ക് ഇതിലും വലിയ ഒരു തിരിച്ചടി ലഭിക്കാനില്ല. നിങ്ങൾ പറഞ്ഞത് ഷാഹിൻ ബാഗ് ഇനി ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ ഷാഹിൻ ബാഗേ ഇനി ഇന്ത്യയിൽ ഉണ്ടാകൂ എന്ന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇന്ന് ഡൽഹിയുടെ മണ്ണിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ നാണം കെട്ട് തല താഴ്ത്തി പോവുകയാണ്. നിങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നതിൽ ഞങ്ങളൊക്കെ ലജ്ജിക്കുകയാണ്. കാരണം സ്ത്രീകളെ ഇത്രക്കും പരസ്യമായി അവഗണിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തിന് തന്നെ വലിയ തലവേദനയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം. Time.